Samuel. Sir. Call him. Congratulations. You are right. അപർണയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത പൊട്ടിക്കാത്ത ആംബുൾസിലെ പെത്തിഡിനാണിത്. ഇതിൽ 5 എണ്ണത്തിലെ പെത്തിഡിൻ 2 എണ്ണം അഡ്രിനാലിനാണ്. ബെഡ്റൂമിലെ വേസ്റ്റ് ബോക്സിൽ നിന്ന് കണ്ടെടുത്ത ഉപയോഗിച്ച 3 ആംബുൾസിൽ 2 എണ്ണത്തിലെ പെത്തിഡിൻ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തത് അഡ്രിനാലിനായിരുന്നു. അതായിരിക്കാം അപർണയെ കൊന്ന ഫാറ്റൽ ഡോസ്. അഡ്രിനാലിന്റെ ലേബൽ അതിവിദഗ്ധമായി ഇളക്കി മാറ്റിയിട്ട് പെതഡിന്റെ ലേബൽ ഒട്ടിച്ചിരിക്കുകയാണ്. കൊലയാളി മരുന്നുകളെ കുറിച്ചറിയാവുന്ന ആളാണ്. അപർണ ഒരു ഡോക്ടറായിരുന്നതുകൊണ്ട് അവരെ കബളിപ്പിക്കുക എളുപ്പമായിരുന്നില്ല. ശരിക്കുള്ള ഒരു ഇന്റലിജന്റ് മാനിപ്പുലേഷനാണിത്. മരുന്നുകൾ രണ്ടും ഒരുപോലെ, ആംബുലൻസിന്റെ അപ്പിയറൻസ് ഒരുപോലെ. ആള് മരിച്ചാൽ കാർഡിയാക് അറസ്റ്റിന്റെ ലക്ഷണങ്ങൾ. കൊലയാളി തന്നെയാവും അപർണയ്ക്ക് പതിവായി പെതഡിൻ സപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ അതാരാണ്? ഈ തൃപ്രയാർ മാധവൻ, ചന്ദ്രബാനു ഒഴികെയുള്ളവരെല്ലാം മരുന്നുകളെ കുറിച്ച് അറിയാവുന്നവരാണ്. ക്യാപ്റ്റൻ, ഡോക്ടർ വേണു, തങ്കപ്പൻപിള്ള. ഇതിലെ ബാച്ച് നമ്പർ നോക്കി ഹോൾസെയിൽ ഡീലറെ പിടിച്ചാൽ ആർക്കാണ് വിറ്റതെന്നറിയാം. അവിടെ വരെ എത്തിയാൽ ഒരു പക്ഷേ അവിടെ വരെ എത്തിയാൽ എളുപ്പമാണ്. പക്ഷേ ഒന്നിനു പകരം 3 കുപ്പി അഡ്രിനാലിൻ വെച്ച് അപർണയുടെ മരണം ഉറപ്പാക്കിയ കൊലയാളി ഒരു മന്ദബുദ്ധിയല്ല. ബാച്ച് നമ്പർ ചുരണ്ടിക്കളഞ്ഞിരിക്കുകയാണ്, ബോക്സിലും ആംബ്യൂളിലും. ബാച്ച് നമ്പർ ചുരണ്ടിയിരിക്കുന്നത് സേഫ്റ്റി പിൻ അല്ലെങ്കിൽ നെയിൽ കട്ടറിന്റെ കൂർത്തമന അങ്ങനെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. സേഫ്റ്റി പിൻ ആണെന്ന് തോന്നുന്നു. ഷാർപ്പ് എഡ്ജസ്. അപർണയെ വേലക്കാരി എന്താണ് വിളിക്കുന്നത്? വേലക്കാരി അപർണയെ എന്താണ് സംബോധന ചെയ്യുന്നത്? കൊച്ചമ്മ, മാഡം, ചേച്ചി, അപർണ കൊച്ചമ്മ, ഇതിലേതാണ്? ഓർത്തു നോക്ക്. കൊച്ചമ്മ എന്നാണ്, റൈറ്റ്? അതെ, കൊച്ചമ്മ. അപർണ കൊച്ചമ്മയല്ല, വെറും കൊച്ചമ്മ. യെസ്, ഐ ആം ഷുവർ. സോ ദാറ്റ്സ് ഇറ്റ്. തൃപ്രയാർ മാധവൻ അടികൊണ്ട് വീഴുമ്പോൾ വേലക്കാരിയല്ലാതെ മറ്റൊരു സ്ത്രീ കൂടി അന്ന് അപർണയുടെ വീട്ടിലുണ്ടായിരുന്നു. അപർണയെ പേരെടുത്ത് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു സ്ത്രീ. അപർണ എന്ന് വിളിച്ച ആ ശബ്ദം അതൊരിക്കലും വേലക്കാരിയുടേതല്ല. അവൾ കൊച്ചമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ 3 പേരാണ് കഥാപാത്രങ്ങൾ: മാധവൻ, അപർണ, ക്യാപ്റ്റൻ. അപർണയെ വിളിച്ച സ്ത്രീയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. വിഷ്വൽസ് കട്ടായിരിക്കുകയാണ്. അബദ്ധത്തിൽ കട്ടായതല്ല, അപർണ മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്. എന്തിന്? സ്ത്രീ കഥാപാത്രം അപ്രതീക്ഷിതമായി വന്നതാവണം. തന്നെയുമല്ല, മാധവനെ കാണിക്കാൻ ഇത്രയല്ലേ വേണ്ടൂ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ക്യാപ്റ്റനിൽ നിന്ന് പോലും അവരത് മറച്ചു വെച്ചിരിക്കാം. മാധവന്റെ ബോധക്കേട്, ആംബുലൻസ്, അയാളുടെ ശ്രദ്ധ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു കാണും. പോരാത്തതിന് സ്ത്രീ ശബ്ദം കേട്ടത് ഇത്തിരി ദൂരത്തു നിന്നാണ്. ആരാണ് സ്ത്രീ? നമുക്ക് CD-യിലെ ലാസ്റ്റ് ഷോട്ട് ഒരു തവണ കൂടി കണ്ടു നോക്കാം. ഇവിടെ ക്യാമറ അപർണ ഓഫ് ചെയ്തിട്ടില്ല. ആരോ തന്റെ പേര് വിളിക്കുന്നത് കേട്ട് ക്യാമറ ഇരുന്ന കൈ പെട്ടെന്ന് താഴ്ത്തിയിരിക്കുകയാണ്. ഈ CD ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ആ ക്യാമറ, ആരോ വന്ന വെപ്രാളത്തിന് അപർണ ക്യാമറ ഓഫ് ചെയ്യാൻ വൈകിയെങ്കിൽ വന്ന സ്ത്രീയുടെ ഇമേജ് ക്യാമറയിൽ കിട്ടിക്കാണും. ഇമേജ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ തമ്മിലുള്ള സംഭാഷണ ശകലമെങ്കിലും കിട്ടിയിരിക്കാം. ജസ്റ്റ് എ പ്രോബബിലിറ്റി, അത്രേ ഉള്ളൂ. ഒരു വീഡിയോ ക്യാമറയും കുറേയേറെ കാസറ്റുകളും അപർണയുടെ അലമാരിയിൽ ഞാൻ കണ്ടു സർ. അതൊക്കെ ഒന്ന് തെരഞ്ഞാലോ? അപർണയുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? ഓഫീസിലുണ്ട്. വീട്ടിൽ ഉണ്ട് സർ. ഒരു ലാപ്ടോപ്പ്. അതിൽ CD റൈറ്റർ ഉണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. സിസ്റ്റം പഴയ മോഡലാണ്. അപ്പോ എഡിറ്റിംഗ് നടന്നിരിക്കുന്നത്
ഓഫീസ് കമ്പ്യൂട്ടറിലാവാനാണ് സാധ്യത. എന്താ സാർ പെട്ടെന്ന് ഇങ്ങനെ? റൂം ലോക്ക് ചെയ്തിട്ടില്ല. അപർണയുടെ മകനാണ് അരുൺ. ഹലോ, ഐ ആം ജേക്കബ് ജോർജ്, പോലീസ് സൂപ്രണ്ടാണ്. ഹലോ സർ. അവധി ദിവസങ്ങളിലൊക്കെ അരുൺ ഇവിടെ തന്നെയാ. വലിയ കമ്പ്യൂട്ടർ വിദഗ്ധനാ. സോറി അരുൺ, തന്റെ കമ്പ്യൂട്ടറിൽ ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ ബിസിനസ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ബി കംഫർട്ടബിൾ. ക്യാപ്റ്റൻ പുറത്തുണ്ടാവണം, ഇങ്ങോട്ട് ആരെയും കടത്തിവിടണ്ട. ഓക്കെ ഓക്കെ. ഹലോ ആനന്ദ്, ഇരിക്കൂ. ഇനി നമുക്ക് തുടങ്ങാം. രണ്ടാളും ഇരിക്കൂ.